നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ് കിട്ടിയ ഒരു അവസരമാണ്. സിനിമയിൽ ഇങ്ങനെയൊക്കെയാ ഓരോരുത്തരുടെ ഭാഗ്യം തെളിയുന്നത്. അല്ല, അതൊന്നും വേണ്ട സാർ. ഓക്കെ, ആക്ച്വലി നമുക്ക് ഇന്ന് തന്നെ ഈ പാട്ട് ചെയ്തു തീർക്കണം. 3-4 കുട്ടികൾ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നതാ. പക്ഷേ അവരൊക്കെ വരാവുന്ന കണ്ടീഷനിലല്ല. താൻ ജസ്റ്റ് ഒന്ന് നോക്ക്. എനിക്ക് അവിടെ നിന്ന് കയറി നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അതും ശ്യാമ മാഡത്തിന്റെ കൂടെയൊക്കെ വേണ്ട സാർ. കുട്ടിയുടെ കൂടെ ആരുണ്ട്? ഞാൻ വിനയ മാഡത്തിന്റെ കൂടെ വന്നതാ. മാഡം അവിടെ ഡബ് ചെയ്തോണ്ടിരിക്കുക. എന്നാ നമുക്ക് വിനയ മാഡത്തിനോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രഞ്ജൻ, തന്റെയാണോ റെക്കോർഡിംഗ് നടക്കുന്നത്? അതെ മാഡം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാഡത്തെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ വോയിസ് മാത്രമേ ഉള്ളൂ, പാട്ടില്ല. ഞങ്ങൾക്കൊരു പാട്ടുകാരിയെ വേണ്ടത്. മാഡം, ശ്യാമ മാഡത്തിന്റെ സോങ്ങില് ഒരു പെൺകുട്ടിയുടെ പോർഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ശരിയായില്ല. പക്ഷേ അതേ പാട്ട് ഈ കുട്ടി പാടുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടു. ശരിക്കും? ഈ കുട്ടിയോട് ഒന്ന് പാടി നോക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ രാധികെ, എന്താ നോക്കാതെ? അയ്യോ മാഡം, എനിക്ക് അങ്ങനെ പറ്റൊന്നുമില്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യല്ലേ. അതെ, പേടി കൊണ്ടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നേ. ചെയ്യിച്ചെടുക്കാവുന്ന രഞ്ജന് ധൈര്യമുണ്ടോ? പറ്റും മാം. എങ്കില് രാധിക പാടും. അയ്യോ മാഡം, ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി. രഞ്ജൻ, ഞാൻ ഇപ്പൊ രാധികയും കൂട്ടി വരാം. നിങ്ങൾ നടന്നോളൂ. അയ്യോ മാഡം, മാഡം എന്ത് പണിയായി കാണിച്ചേ? അമ്പലത്തിലെ കുളക്കടവിലിരുന്ന് പാടുന്ന പോലെയാണോ സിനിമയിലൊക്കെ പാടുന്നത്? രഞ്ജനെ പോലുള്ള മ്യൂസിക് ഡയറക്ടറുടെ അടുത്തെ നിത്യേന എത്ര കുട്ടികൾ ആ അവസരം ചോദിച്ച് ചെല്ലുന്നതെന്നറിയോ? എന്നിട്ട് അയാള് നിന്റെ ശബ്ദം മതിയെന്ന് പറയുമ്പോ അത് വേണ്ടെന്ന് പറയാ. എന്നാലും അതെ, നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ജന്മം കൊണ്ടുപോലും തോറ്റുപോയവളാണ് എന്നൊക്കെ. അങ്ങനെയുള്ള ആളുകള് എപ്പോഴാ ജയിക്കാന്നറിയോ? മറ്റുള്ളവര് അംഗീകരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരു പാട്ടുകാരിയുടെ വില എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ശ്യാമ മാഡത്തിനെ ഇത്രയും ആരാധിക്കുന്ന ആളല്ലേ. അവരുടെ കൂടെ ഒരു 4 വരി ആ പാട്ട് പോപ്പുലർ ആവുകയാണെങ്കില് അത്രയ്ക്ക് തന്നെ നീയും വളരും. അത് വേണ്ടേ? എന്നാ പാടാലോ അല്ലേ? മാഡം കൂടെ നിൽക്കോ? കൂടെ നിക്കാം. കുറച്ചു കഴിയുമ്പോ കൂടെ പാടണമെന്നും കൂടെ പറയരുത്. ഒരു പരിഭ്രമവും വേണ്ട. ഇത് ദൈവം നിനക്ക് വെച്ച് നീട്ടിയ അവസരമാണ്. ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ശ്യാമ മാഡത്തിനെ കാണാൻ അലഞ്ഞു നടക്കൊന്നും വേണ്ട. ഒന്നിച്ചിരിക്കാം നിങ്ങൾക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.